A+2 സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ഒരു സബ്സ്ക്രൈബർ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്നത്തെ എപ്പിസോഡ്. ചില പ്രധാന ചോദ്യങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണെങ്കിൽ അത് പ്രത്യേക എപ്പിസോഡായി ഞങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. ഈ സബ്സ്ക്രൈബറുടെ ചോദ്യവും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതായ ഒരു ഉത്തരം കൂടി അതിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് പൊതുവായ എപ്പിസോഡ് അവതരിപ്പിക്കുന്നത്. ചോദ്യം ഇതാണ്: ഞാൻ ഒരു പേഴ്സണൽ ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നു. ഈ പേഴ്സണൽ ലോണുകൾക്കെല്ലാം ഈട് വേണ്ടതുണ്ടോ? ഈടില്ലാതെ ലോൺ ലഭിക്കുമോ? പേഴ്സണൽ ലോൺ ലഭിക്കുമോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അതിന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഉത്തരം ഇതാണ്. നമ്മൾ സാധാരണ പേഴ്സണൽ ലോൺ എടുക്കുന്നത് എപ്പോഴാണ്? നമുക്ക് എമർജൻസിയായി എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ എളുപ്പ മാർഗങ്ങൾ ഉപയോഗിച്ച് നമുക്കൊരു പേഴ്സണൽ ലോൺ എടുക്കാൻ കഴിയും. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ അടിയന്തര ആവശ്യങ്ങൾക്കായി പേഴ്സണൽ ലോണിനെ ആശ്രയിക്കുന്നത്. പേഴ്സണൽ ലോൺ തരാൻ ബാങ്കുകൾക്ക് വളരെ താൽപ്പര്യവുമാണ്. ബാങ്കുകൾ മാത്രമല്ല, ഇതര ധനകാര്യ സ്ഥാപനങ്ങളും ഒക്കെ പേഴ്സണൽ ലോൺ അനുവദിക്കാറുണ്ട്. വീട് പുതുക്കി പണിയാനായാലും, വിവാഹ ജീവിതം ത്തിനു വേണ്ടി അല്ലെങ്കിൽ വിവാഹ കർമ്മത്തിനു വേണ്ടിയും ചെലവുകൾക്ക് വേണ്ടി ആയാലും, അടിയന്തരമായി ഏതെങ്കിലും തരത്തിൽ ആക്സിഡൻറ്റ് സംഭവിക്കുകയോ മരണം സംഭവിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചിലവുകൾ വരികയും അതിന് പണം കണ്ടെത്താനായിട്ടാണ് പലപ്പോഴും പേഴ്സണൽ ലോണിനെ പലരും ആശ്രയിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പേഴ്സണൽ ലോൺ എടുക്കുമ്പോൾ കൊളാറ്ററൽ സെക്യൂരിറ്റി അഥവാ ഈട് എന്ന് പറയും. ഇതിന് എല്ലാത്തരം വ്യക്തിഗത വായ്പകൾക്കും ഇത് വേണോ വേണ്ടയോ എന്നുള്ളതാണ് പ്രധാനം. ലളിതമായ ഒരു ഉത്തരം പറഞ്ഞാൽ, എല്ലാ പേഴ്സണൽ ലോണുകൾക്കും ഒരു കൊളാറ്ററൽ സെക്യൂരിറ്റി വേണ്ടതില്ല എന്നുള്ളതാണ്. ഈട് വേണ്ടതില്ല എന്ന് ചുരുക്കം. വ്യക്തിഗത വായ്പകൾ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് അൺസെക്യൂവേർഡ് എന്നും മറ്റേത് സെക്യൂവേർഡ് എന്നും പറയും. ആദ്യം നമുക്ക് അൺസെക്യൂവേർഡ് എന്ന് ഉള്ളത് എന്താണെന്ന് നോക്കാം. ഗോൾഡ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് തുടങ്ങിയ ആസ്തികൾ നമുക്ക് പണയം വെച്ചുകൊണ്ട് നമുക്ക് വായ്പകൾ എടുക്കാൻ കഴിയും, പേഴ്സണൽ ലോൺ എടുക്കാൻ കഴിയും. അതിനെയാണ് സെക്യൂർഡ് പേഴ്സണൽ ലോൺ എന്ന് പറയുന്നത്. അതിന് സെക്യൂർഡ് എന്ന് പറഞ്ഞാൽ സുരക്ഷിതമാണ്. ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ലോണുകൾ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ആ ആസ്തികൾ അവിടെ സെക്യൂർഡ് പേഴ്സണൽ ലോണിൻ്റെ ഭാഗമായി കിട്ടും എന്നുള്ളത് കൊണ്ട് വായ്പ കുടിശ്ശികയില്ലാതെ തിരിച്ച് പിടിക്കാൻ കഴിയും. അഥവാ കുടിശ്ശിക വന്നു കഴിഞ്ഞാലും ഏതെങ്കിലും കാരണവശാൽ ഈ ലോൺ എടുത്ത വ്യക്തി അടവ് മുടക്കിയാലും ബാങ്കുകൾക്ക് നടപടികളിലൂടെ ഈ സെക്യൂർഡ് ആസ്തികളിൽ നിന്നും ഇത് തിരിച്ചു പിടിക്കാനും കഴിയും എന്നുള്ളതാണ്. മറ്റേത്, അതായത് ഈ വായ്പയ്ക്ക് വേണ്ടിയുള്ള യോഗ്യതയും വരുമാനവുമൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വായ്പകൾ നൽകുന്നതിനെ അൺസെക്യൂർഡ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇത് സെക്യൂർ അല്ല, കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്ന മട്ടിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്ക് പലപ്പോഴും ഈട് എന്ന് പറയുന്നത് നൽകേണ്ടി വരുന്നത് കുറഞ്ഞ ക്രെഡിറ്റ് സ്കോർ, അതായത് മോശം തിരിച്ചടവ്, നേരത്തെ തിരിച്ചടവ് വീഴ്ചയോ ഉള്ള അപേക്ഷകരാണെങ്കിൽ ആസ്തികൾ പണയം വെച്ചു തന്നെ നമുക്ക് പേഴ്സണൽ ലോൺ എടുക്കേണ്ടി വരും. അല്ലാതെ ലോൺ അനുവദിക്കുകയില്ല. കാരണം നിങ്ങൾ അപേക്ഷ നൽകുമ്പോൾ നിങ്ങളുടെ മോശം തിരിച്ചടവ് പരിശോധിക്കും, സിബിൽ സ്കോർ പരിശോധിക്കും. അത് മോശമാണെങ്കിൽ നിങ്ങൾ ഒരു സെക്യൂർഡ് അസറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ലോൺ അനുവദിക്കുകയുള്ളൂ, പേഴ്സണൽ ലോൺ അനുവദിക്കുകയുള്ളൂ. അതുപോലെ മറ്റൊന്ന്, കൂടുതൽ തുക ആവശ്യമായി വന്നാൽ അതിൻ്റെ അപകട സാധ്യത ബാങ്കിന് നന്നായി അറിയാം. കൂടുതൽ തുക നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള സെക്യൂരിറ്റിയും നൽകാതെ അനുവദിച്ച് തന്നാൽ ബാങ്കുകൾക്ക് അത് തിരിച്ചു പിടിക്കാൻ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ഉയർന്ന തരത്തിലുള്ള ഏതെങ്കിലും ലോൺ ആവശ്യപ്പെട്ടാൽ മിക്കവാറും ഈ സെക്യൂർഡ് അസറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ബാങ്കുകൾ നൽകാറുള്ളൂ. ഇനി വേറൊന്ന്,
ഒരു ക്രമരഹിതമായ വരുമാനം എന്ന് പറയാം. അതായത് ഒരു സ്ഥിരതയില്ല വരുമാനത്തിന്. ചില ആളുകൾക്ക് സ്വയം തൊഴിലുണ്ട്. അതൊക്കെ എപ്പോഴും സ്ഥിരതയുള്ള ഒന്നുമല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു സ്ഥിരതയില്ലാത്ത സ്രോതസ്സ് ഉണ്ടെങ്കിൽ അവർക്കും ഒരു സെക്യൂർഡ് അസറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പേഴ്സണൽ ലോൺ അനുവദിക്കുകയുമുള്ളൂ. ഈ പറഞ്ഞതിൽ നിന്നും എല്ലാ പേഴ്സണൽ ലോണുകൾക്കും ഈട് ആവശ്യമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും വേണം. ഒരു നല്ല ക്രെഡിറ്റ് സ്കോറുണ്ട്, സ്ഥിരമായ വരുമാനമുണ്ട്, അങ്ങനെ ഉള്ള ആളുകൾ അപേക്ഷിക്കുകയാണെങ്കിൽ അൺസെക്യൂർഡ് വായ്പകൾ ലഭിക്കുക തന്നെ ചെയ്യും. എന്ന് പറഞ്ഞാൽ യാതൊരു ഈടുമില്ലാത്ത വായ്പകൾ ബാങ്കുകളും ഇതര ധനകാര്യ സ്ഥാപനങ്ങളും നൽകുകയും ചെയ്യും. ഏറ്റവും നല്ല ആസ്തികളുള്ളവർ, കുറഞ്ഞ ക്രെഡിറ്റ് സ്കോറുകൾ ഉള്ളവർ എന്നിവർക്കും ഈ സെക്യൂർഡ് പേഴ്സണൽ ലോൺ കിട്ടുകയും ചെയ്യും. ബുദ്ധിമുട്ടില്ലാതെ തന്നെ ഇത് വളരെ വേഗം തന്നെ നിങ്ങൾക്ക് അനുവദിച്ച് നൽകാറുമുള്ള, നേരത്തെ സൂചിപ്പിച്ച ചില കാര്യങ്ങൾക്ക് മാത്രം ക്രെഡിറ്റ് സ്കോർ കുറവുണ്ട്, സ്ഥിരമായ ഒരു വരുമാനമില്ല, അതുപോലെ തന്നെ നിങ്ങൾ എടുത്തിട്ടുള്ള ലോണുകളിൽ മറ്റ് തരത്തിലുള്ള വീഴ്ചകൾ വരുത്തിയിട്ടുള്ള ചരിത്രമുണ്ട്. ഇങ്ങനെയൊക്കെ ആണ് മിക്കവാറും നിങ്ങളതിന് ആസ്തി നൽകി മാത്രമേ പേഴ്സണൽ ലോൺ ആയാലും അനുവദിക്കുകയുള്ളൂ. ഉയർന്ന തുകയാണെങ്കിലും അങ്ങനെയേ അനുവദിക്കൂ എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. നന്ദി.